നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ, ഇനി വരാൻ പോകുന്ന അവസ്ഥകളെല്ലാം അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ് കണ്ടത് വലിയതാക്കാത്തതാണ് നല്ലത്. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ട്, കരിയറിൽ ബ്ലോക്കേജസ് ഉണ്ട്, ബ്ലാക്ക് എനർജി ഉണ്ട് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലൈഫിൽ, മണി ബ്ലോക്കേജ് ഉണ്ട്, ഇതിനൊക്കെ കൃത്യമായിട്ട് പരിഹാരവും ചെയ്തു തരുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പരിഹാരത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ലവേഴ്സ് കാർഡ്, 5 of Wands, 9 of Swords, 10 of Swords, 8 of Swords, the Devil card, the Moon card, the Tower card, 7 of Cups, the Hermit, 5 of Swords, 3 of Swords, Judgment card. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു സ്നേഹത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ശരിക്കും ജീവന് തുല്യം സ്നേഹിച്ച 2 വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഒരു മനസ്സും 2 ശരീരവുമായിരുന്നു നിങ്ങളുടേത്. നിങ്ങളില്ലാതെ അവർക്കോ അവരില്ലാതെ നിങ്ങൾക്കോ ജീവിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക. നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങൾ മാത്രമായിരുന്നു സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അടുത്ത ദിവസത്തേക്ക് പോലും വെച്ചിരിക്കുക, അത് അന്നത്തെ ദിവസം തന്നെ സോൾവ് ചെയ്ത് പഴയ പോലെ സ്നേഹമായിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയുള്ള ഒരു ബന്ധമായിരുന്നു. അതുപോലെ നിങ്ങൾ വലിയ രീതിയിൽ വിലപിടിപ്പ് ഉള്ളൊരു ബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോയതായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു കീരിയും പാമ്പും എന്നുള്ളൊരു അവസ്ഥയായി. ശത്രുക്കൾ, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരു ശത്രുതാ മനോഭാവത്തിലാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിരവധി തവണ ഡെയിലി എന്ന് തന്നെ പറയാൻ പറ്റും, ഒരു കലഹമാണ് കാണുന്നത്. വാക്കുതർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഫിസിക്കലി ഉപദ്രവിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഒരു ദിവസം പോലും വഴക്കില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, വഴക്കില്ലെങ്കിൽ ഏറ്റവും സുഖം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പിൽ പിണങ്ങാൻ, പ്രശ്നം ഉണ്ടാവാനുള്ള റീസൺ ഒരു വലിയ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ തേർഡ് പേഴ്സൺ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെർമനൻ്റായിട്ട് തന്നെ തകരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി എല്ലാ തരത്തിലും നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തെ, ആ ഒരു ബോണ്ടിങ്ങിനെ, ആ ഒരു സ്നേഹത്തെ, ആ ഒരു കണക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ വന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഇപ്പോൾ നശിച്ച ഒരവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു. നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ ഒരു സ്വസ്ഥതയില്ല. ഹൃദയത്തിൽ നെഞ്ചിടിപ്പ് കൂടുക, ഹൃദയത്തിലൊരു വേദന പോലെ എപ്പോഴും ഒരു വേദനയാണ്. ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെയും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സൗണ്ട് ആവട്ടെ, നിങ്ങളെ ഒന്ന്, ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞല്ലോ, കലഹങ്ങളും വഴക്കുകളും ഒക്കെയാണ് നടക്കുന്നത്. അവർ നിങ്ങളെ ഒന്ന് പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പേടിയാണ്, എന്താണ് അടുത്തത് എന്നൊക്കെ ഓർത്തിട്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളാവട്ടെ നിങ്ങളുടെ വ്യക്തിയാവട്ടെ ഇവിടെ
നല്ല രീതിയിൽ ഭയപ്പെടുന്നു, ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഭയപ്പെട്ടിരുന്നു. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും നിങ്ങളുടെ വ്യക്തി ഭയപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചതുപോലും ഏറ്റവും അവസാന സമയത്ത് സംസാരിച്ചത് പോലും വളരെ കുറച്ചാണ്. അവരാരെയൊക്കെയോ ഭയപ്പെടുന്നു, എപ്പോഴും അവർക്ക് ടെൻഷനാണ്. നിങ്ങളുടെ അടുത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് ഫിസിക്കലി വയ്യ, നെഞ്ചിന് അസ്വസ്ഥത, മരിക്കാൻ പോകുന്ന പോലുള്ളൊരു തോന്നൽ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും കയ്യും കാലും എല്ലാം കെട്ടിയിട്ട അവസ്ഥ. അവർക്ക് അതിൽ നിന്നും പുറത്ത് വരണമെന്ന് കരുതി കഴിഞ്ഞാൽ പോലും അവർക്കത് പുറത്ത് വരാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു ശരീരവേദന ഉണ്ടോ? നിങ്ങളുടെ തല തൊട്ടിട്ട് നിങ്ങളുടെ മുതുക് വരെ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു എനർജി ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി പണ്ടൊക്കെ നിങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വ്യക്തിയുടെ, അതായത് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളുടെ വരവിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് വളരെയധികം ദേഷ്യവും അസൂയ ഇതൊക്കെ പറയാം നിങ്ങളുടെ അടുത്ത് തോന്നുകയും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും ഒക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയോട് കൂടി ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ ഒരുപാട് രീതിയിൽ വാക്കുകൾ കൊണ്ട് നോവിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ ടോർച്ചർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഉപദ്രവിക്കുക. എല്ലാവരും ഉള്ള സമയത്ത് പോലും പല ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് പോലും അവരുടെ സ്വഭാവം മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ബിഹൈൻഡ് ദ ബാക്ക് അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം, ഈ ഒരു ബ്ലാക്ക് മാജിക്ക് കാരണം നിങ്ങളുടെ കരിയർ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കരിയറിൽ പോലും അത് ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടാവാം. നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ്, സമാധാനമൊക്കെ ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. അത് വളരെ പെട്ടെന്നാണ് ഓരോ ദിവസവും കഴിയും തോറും വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നത്. ഇവിടെ ഒട്ടുമിക്ക കുറേ ആൾക്കാർ, ഇപ്പം നിങ്ങളൊരു ഫാമിലി ആണ് എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഡിവോഴ്സിൻ്റെ വക്കാണ്. കുറേ പേര് ഡിവോഴ്സിന് ഫയൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ശരിക്കും മുമ്പോട്ട് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ വളരെ വിഷമിച്ച് ഇരിക്കുന്നൊരവസ്ഥ, ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ മുമ്പോട്ട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണ് നിങ്ങളുടെ ഇടയിൽ ബ്ലോക്കേജായിട്ട് നിൽക്കുന്നത്. ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് സംഭവിച്ചു തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ട് ലൈഫിൽ നിങ്ങൾ ഇപ്പോഴും സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിലാണ് പെട്ടെന്ന് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ ആരെ വിശ്വസിക്കണം, ആര് പറയുന്നത് വിശ്വസിക്കണം, ആരോട് നിങ്ങളുടെ വിഷമം പറയണം, ആരാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത്, ആരാണ് നിങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്നത്, ഇവരെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് തരം അസുഖങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ അസുഖങ്ങളെ തുടർന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അസുഖ കാര്യത്തിനാണെങ്കിൽ തന്നെയും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നോർമലാണ്. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നാം, നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് ഇത്രയേറെ വയ്യാത്തൊരവസ്ഥ.
ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഹെൽത്ത് നശിക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തികം, മണി ബ്ലോക്ക് ആവുന്നത്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫെയിലായി പോകുന്നത്, നിങ്ങളുടെ ചിന്തകൾ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ബർഡൻ ചുമക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്തോ ഒരു വലിയ രീതിയിലുള്ള ഒരു ബർഡൻ ചുമക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അത് എന്താണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു കുടുംബം, ഒരു ലൈഫാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ് ഇത്രയേറെ വല്ലാത്തൊരു മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അടുത്തൊരു കാര്യം യൂണിവേഴ്സിന് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ തന്നെ ഒരുപാട് വിഷമിച്ച് നിങ്ങൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശത്രുക്കളെല്ലാം ദൈവം ഇങ്ങനെ ഉയർത്തുന്നു, നിങ്ങളെ എന്താ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ ദ്രോഹം മാത്രം കിട്ടുന്നത്, ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചെയ്തതിൻ്റെ ഫലം തേർഡ് പേഴ്സൺ ഉറപ്പായിട്ടും അനുഭവിക്കും എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നറിയത്തില്ലായിരിക്കും. പക്ഷേ അവിടെ കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓരോരോ നാശങ്ങൾ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണോ, എന്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും അകറ്റിയത്, ആ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണിന് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻലോസ് ആവട്ടെ, അവിടെ ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഉപേക്ഷിച്ച ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പേഴ്സൺ ആരും ആവട്ടെ, ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതൊരു ലോങ് ടേം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മാരേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, മാരേജ് നടന്നിട്ടില്ല, മാരേജിൻ്റെ ഇടയിൽ തടസ്സമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ വന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു മാരേജ് ഇവിടെ പോസിബിൾ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറേ നാളായിട്ട് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒട്ടുമിക്ക ഇവിടെ കുറേ പേരുടെ എനർജി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തുണയായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയും ഇതിനകത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ റീസൺ നിങ്ങളുടെ വ്യക്തിയും നിരപരാധി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള റീസൺ തേർഡ് പേഴ്സൺ ആണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉപദ്രവം കിട്ടി, മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഉപദ്രവം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് നിയന്ത്രിച്ചുകൊണ്ട് പോയി. അതൊരു ബ്ലാക്ക് മാജിക്ക് കാരണമാണ് മൈൻഡ് നിയന്ത്രിച്ചത്. ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒരു ദുർബലനാണ്. ആ ഒരു ദുർബലനായതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് പോലും ഒരു ബ്ലാക്ക് മാജിക്കിന് നിയന്ത്രിക്കാൻ സാധിച്ചത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ പറഞ്ഞു തരാം. ഞാനിത് പറഞ്ഞു തരികയാണ്, നിങ്ങളത് ശ്രദ്ധയോടുകൂടി കേട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് കാണിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കളറിലെ പേപ്പറാണ്, പിന്നെ റെഡ് കളറിലെ പേന തന്നെ എടുക്കണം. ബ്ലൂവോ ബ്ലാക്കോ ഗ്രീനോ ഒന്നും പാടില്ല. റെഡ് കളറിലെ സ്കെച്ചോ പെന്നോ എന്താണെങ്കിലും, കളർ പെൻസിലോ എന്താണെങ്കിലും എടുക്കാം. അത് റെഡ് കളർ ആയിരിക്കണം എന്ന് മാത്രം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വലിയ സർക്കിൾ വരയ്ക്കുക. നല്ല പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് സർക്കിളിനകത്ത് ഏറ്റവും ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ പേര് എഴുതുക. അത് സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം കേട്ടോ. അതിനുശേഷം ഒരു നമ്പറാണ് എഴുതേണ്ടത്. ആ നമ്പർ എന്താണെന്ന് വെച്ചാൽ 149278497 14927849 7.
അതിനുശേഷം നിങ്ങളുടെ പേരെഴുതുക. നിങ്ങളുടെ പേരും ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ എഴുതാം. അതിന് തൊട്ട് താഴെ എഴുതേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക, അതിൻ്റെ തൊട്ട് താഴെ ആ നമ്പർ എഴുതുക, പിന്നെ നിങ്ങളുടെ പേരെഴുതുക. അതിൻ്റെ തൊട്ട് താഴെ എഴുതേണ്ടത് ഒരു നമ്പറാണ്, അത് 1176. ഇത് എഴുതിയതിന് ശേഷം 1176 എഴുതിയതിന് ശേഷം റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഒരു ലവ് സിമ്പൽ വരയ്ക്കുക. ഇതെല്ലാം സർക്കിളിനകത്താണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്തോട്ട് ഫോൾഡ് ചെയ്യുക. ബാക്ക്വേർഡിലോട്ട് ഫോൾഡ് ചെയ്ത്, അതായത് പുറമോട്ട് ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വേണം ഫോൾഡ് ചെയ്യേണ്ടത്. ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു സർക്കിളിൽ വെക്കുക. ഇത് ചാർജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ 2-3 അഫർമേഷൻസ് പറയണം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ വ്യക്തിയുടെ പേരുപയോഗിക്കുക. ഈ ലോകത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹവും കരുതലും കിട്ടാൻ നിങ്ങൾ അർഹയാണ്. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ വ്യക്തി എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ വ്യക്തി എന്നെ പൂർണ്ണമായും സ്നേഹിച്ചതിനും എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഇത് ഉറക്കെ പറയേണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. ചെറിയൊരു വിസ്പറിങ് സൗണ്ട് ഉണ്ടെങ്കിലും സാരമില്ല. അതിനുശേഷം വേണം നിങ്ങളുടെ അടുത്തോട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ. ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. പില്ലോയുടെ അടിയിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ആയിട്ടൊരു കണക്ഷൻ കിട്ടും. പിന്നെ നിങ്ങളുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ അലമാരിയിൽ നിങ്ങളുടെ ബോഡിയുമായിട്ട് എന്തൊക്കെയാണോ ടച്ച് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇത് ജനറൽ റിച്വലാണ്. നിങ്ങൾ എത്രത്തോളം മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് വെച്ചിട്ട് ഇത് ചെയ്യുന്നു അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ഇതിനകത്തുനിന്ന് കിട്ടുന്ന റിസൾട്ടും. ഓക്കെ, ഇനി കസ്റ്റമൈസ്ഡ് റിച്വൽസ് ഉണ്ട്. അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി തരുന്നതാണ്. നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി തരുന്ന റിച്വൽസ് അത് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതല്ല. കസ്റ്റമൈസ് ചെയ്തിട്ട് തരുന്ന റിച്വൽസും ബ്രേസ്ലെറ്റ്സും എല്ലാം ലഭ്യമാണ്. അതിന് വേണ്ടിയിട്ട് അത് പരിഹാരങ്ങളായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം ഇതെന്തും ആവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മണി ബ്ലോക്കേജ്, കരിയറിലുള്ള പ്രശ്നങ്ങൾ, ബ്ലാക്ക് മാജിക് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, ബ്ലാക്ക് മാജിക് കാരണം ഉണ്ടാവുന്ന ശാരീരിക അസ്വസ്ഥതകളും റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഇതിനെല്ലാം പരിഹാരവുമുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയിട്ടും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.